അടുത്ത ആഴ്ചത്തേക്ക് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജിയാണ്. നിങ്ങൾ ഈ ആഴ്ചയിൽ തുടക്കത്തിൽ തന്നെ ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജിയാണ്. വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ഉയരങ്ങളിൽ എത്തും. സാഹസികമായ ചില കാര്യങ്ങളിൽ ധൈര്യത്തോടു കൂടി നിങ്ങൾ മുന്നേറാൻ തീരുമാനിക്കുന്നതായിട്ട് കാണുന്നു. വളരെയധികം ഡിറ്റർമിനേഷനോടും അതുപോലെ വളരെ ആത്മവിശ്വാസത്തോടും കൂടിയിട്ട് മുന്നേറാനുള്ള ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരുന്നു. കൂടാതെ വളരെയധികം ക്രിയേറ്റീവ് ആണ്. പിന്നെ ഒരു എന്താ പറയുക, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക്. ഒരു പ്രത്യേക തരം കാരിസ്മ, അതായത് ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും. നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കും. നിങ്ങൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അവർ തയ്യാറാവും. ആ രീതിയിലുള്ള ഒരു എനർജിയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അടുത്തതായി 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. വളരെയധികം കുടുംബപരമായ സന്തോഷങ്ങൾ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കുട്ടികളോടൊപ്പം പലയിടത്തും ഒക്കെ പുറത്തു പോയി എൻജോയ് ചെയ്യാൻ ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നുണ്ട്. കുറെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്കൊരു സമാധാന സന്തോഷം വരുന്ന ഒരു സമയമാണിത്. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ലഭിച്ചിട്ടുള്ള ഈ ഒരു സന്തോഷത്തിന് നന്ദിയുള്ളവരായിരിക്കുക, ഈശ്വരനോട് നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങളുടെ ഫാമിലിയോട്, കുടുംബത്തിനോട് ഒരു പ്രത്യേക അപ്രീസിയേഷൻ കാണിക്കുക. ജീവിതത്തിൽ, ബന്ധങ്ങളിൽ, അതുപോലെയുള്ള കാര്യങ്ങളിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. പിന്നെ ബന്ധങ്ങളെ വളർത്തിയെടുക്കുക. റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മളതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും. നമ്മൾക്കുള്ള ബന്ധങ്ങൾ അങ്ങനെ തന്നെ നിലനിന്ന് പോകും എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ പരസ്പരം നർച്ചർ ചെയ്യണം. ആ ബന്ധം നിലനിൽക്കാൻ പരസ്പരം എഫേർട്ട് എടുക്കണം. അപ്പൊ അതിൻ്റെതായൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങൾ കഴിഞ്ഞു പോയ കാലത്ത് കുറച്ച് നൊസ്റ്റാൾജിക് ആവുന്നുണ്ട്. ചിലപ്പോൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് നിങ്ങൾ സമയം ചിലവഴിച്ചിരുന്ന കൂട്ടുകാരെ വീണ്ടും കണ്ടുമുട്ടാനൊരു സാധ്യതയുണ്ട്. ചെറുപ്പകാലത്ത് നിങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലങ്ങളിൽ വീണ്ടും ഒരു വിസിറ്റിന് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. കൂടാതെ പണ്ട് പിരിഞ്ഞു പോയ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടാനും പരിചയം പുതുക്കാനും സാധ്യതയുണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. നിങ്ങളുടെ ഒരു ഡെത്ത് ഫേസ് എൻഡിങ്ങിലാണ്. ഒരു വലിയൊരു ജീവിതത്തിലൊരു ഘട്ടം ഇത് വീണ്ടും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഈ കാർഡ് ഒരു ട്രാൻസ്ഫർമേഷന്റെ അവസ്ഥയാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ ഇനി കാർഡ് എടുത്ത് വെക്കാൻ പോകുന്നത്. അതിനിടയ്ക്കുള്ള ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ റെസ്റ്റിംഗ് പീരീഡ് ആണ്. ഇപ്പോൾ വലിയ മാറ്റങ്ങൾക്ക് നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുക്കണം. 10 ഓഫ് പെന്റക്കിൾസ് ആണ്. വീണ്ടും കുടുംബപരമായ സന്തോഷങ്ങൾ, ധനസമൃദ്ധി, സമാധാനം. നേരത്തെ നമുക്ക് 10 ഓഫ് കപ്സ് കിട്ടി. 10 ഓഫ് പെന്റക്കിൾസ് അതിനൊരു കൺഫർമേഷൻ ആണ്. ഈ ആഴ്ച എന്തായാലും നിങ്ങൾക്ക് കുടുംബത്തിനോടൊപ്പം നല്ല രീതിയിൽ ചെലവഴിക്കാനുള്ള ഫാമിലി ഗാദറിങ്സ് ഉണ്ടാവാം. കുട്ടികളുടെ ആയിട്ടുള്ള എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായിരിക്കാം, ഒരു സ്കൂളിലോ മറ്റോ അതിലൊക്കെ പങ്കെടുക്കാനും. പിന്നെ അത് കൂടാതെ വീട്ടിൽ നിന്ന് സാമ്പത്തികമായിട്ടൊരു ഉന്നതി, ഒരു സമാധാനം, ഒരു സ്റ്റെബിലിറ്റി കൈവരുന്നതായിട്ടും കാണുന്നു.